ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു സന്തോഷ വാർത്ത നമുക്ക് ഇന്നലെ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പ്രത്യേകത, എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്, എത്ര വേക്കൻസീസ് ആണ്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും ഒക്കെ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇതിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.ibps.in ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. അതായത് August 1 സ്റ്റാർട്ട് ചെയ്യാണ്. August 21 വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെന്റ് ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്, ഓഫ്ലൈൻ ഒന്നുമില്ല. അപ്പൊ ഓൺലൈൻ ത്രൂ പേയ്മെന്റ് ചെയ്യാൻ ഈ സെയിം ഡേറ്റ്, അതായത് 1/8 തൊട്ട് 21/8, ഈ മാസം 21 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെന്റ് കൊടുക്കാം. അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും ഫീ പേയ്മെന്റ് കൊടുക്കുന്നതും എൻഡ് ഡേറ്റ് വരുന്ന സെയിം തന്നെയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കറക്ഷൻ വിൻഡോ, ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ പുതിയതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ SSCയുടെ നോട്ടിഫിക്കേഷനിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കറക്ഷൻ വിൻഡോ വന്നിട്ടുണ്ട്. അത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് അവർ അറിയിക്കും. ആ സമയത്ത് നിങ്ങൾ കയറി എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ കറക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റ് വരുത്തരുത് ഒരിക്കലും. കറക്ഷൻ വിൻഡോ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. അതായത് നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഏതാണ് നമ്മൾ ഒറിജിനൽ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ, അതിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ട്രൂ ആവുന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അത് ഫില്ലപ്പ് ചെയ്യുക. കാരണം കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് അഡീഷണൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്താണ് ഒഴിവാക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് പെറ്റ് കണ്ടക്ട് ചെയ്തത് September 2025 നമ്മുടെ റിയൽ പ്രിലിമിനറി എക്സാം September 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എക്സാമിനേഷൻ നമുക്ക് വരുന്നത് ഒക്ടോബറിലാണ് നമുക്ക് പ്രിലിമിനറി എക്സാം വരുന്നത്. അപ്പോൾ ഇതിൽ കോൾ ലെറ്റർ വരുന്നത് സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയും ഒക്ടോബർ ആണ് നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റിസൾട്ട് വരുന്നത് നവംബർ മാസത്തിലായിരിക്കും. മെയിൻസ് എക്സാമിന്റെ കോൾ ലെറ്റർ വരുന്നത് നവംബറിൽ തന്നെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ നടക്കുന്നത് നവംബറിൽ തന്നെയാണ്. ഇനി പ്രൊവിഷണൽ അലോട്ട്മെന്റ്, അതായത് എല്ലാം കൂടെ കഴിഞ്ഞിട്ട്, അതായത് മെയിൻസ് എക്സാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൊവിഷണൽ അലോട്ട്മെന്റ് മാർച്ചിലാണ് കംപ്ലീറ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. അപ്പൊ ഡേറ്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ വെച്ചേക്കുക. പിന്നെ ഇത് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 18th വെച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കഴിഞ്ഞ IBPS POന് ഈ പറയുന്ന ലാസ്റ്റ് മിനിറ്റ് റഷിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. മാക്സിമം 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അപ്പൊ ഇന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കൂടുതൽ ബിസി, നമ്മുടെ നെറ്റ്വർക്ക് ബിസിയും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചിരിക്കാം. ഇനി ഇൻഡെക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇൻഡെക്സിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ IBPS ക്ലർക്ക് ഇപ്പൊ നമുക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നാണ് ആ ഒരു പോസ്റ്റിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം ഇത്രയും നേരം ഇമ്പോർട്ടന്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത്. അതിനു മുന്നേ നമുക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്ക്സ് എന്ന് പറയുന്നത് ടോട്ടൽ 11 ബാങ്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ബാങ്ക് ഓഫ് ബറോഡ, BOI, BOM, കാനറ ബാങ്ക്, CBI, ഇന്ത്യൻ ബാങ്ക്, IOB, PNB, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെ 11 ബാങ്കുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനി ഇവിടെ നമ്മുടെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. സ്കെയിൽ ഓഫ് പേ നോക്കിക്കേ, ബേസിക് 2450 ആണ് ബേസിക് പേയ്മെന്റ്, ടു 64,480 ആണ് നമുക്ക് ആ ഒരു ബേസിക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടാതെ ഇതിന് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിനും ഉണ്ട്. അപ്പോൾ അലവൻസ് എന്ന് പറയുമ്പോൾ DA, HRA, ട്രാവൽ അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലർക്ക് പോസ്റ്റിനും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എലിജിബിലിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് നാഷണാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ഏജ് ആസ് ഓൺ 1/8, അതായത് ഈ മാസം 1-ാം തീയതി, ഇന്ന് അല്ലെ. അപ്പോൾ ഇന്ന് ഈ ഒരു ഡേറ്റ് പ്രകാരം 20 to 28 ഇയേഴ്സ് ആണ് മാക്സിമം. മിനിമം 20, മാക്സിമം 28 ഇയേഴ്സ് ആണ്. ഇവിടെ പറയുന്ന 2 ഡേറ്റുകൾ പറയുന്നുണ്ട്. അതായത് 2/8/97, അതുപോലെ 1/8/2005 ബിറ്റ്വീൻ ആയിട്ടുള്ളവർ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഈ 2 ഡേറ്റ്സും
ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം 2/8/97 മുന്നേ ഉള്ളവർക്കും 1/8/2005 ശേഷമുള്ളവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ 20 to 28 ഇയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. അതിൽ SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 5 വർഷത്തെ അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പം 28 വയസ്സാണല്ലോ, അപ്പൊ 5 വയസ്സും കൂടെ ചേർക്കും 33 വയസ്സ് വരെ ആർക്ക് അപ്ലൈ ചെയ്യാം? SC/ST. അങ്ങനെയാണ് എന്താണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. നെക്സ്റ്റ് OBC, അതും നോൺ ക്രീമി ലെയർ ആണ് വരുന്നത്. അത് 3 ഇയേഴ്സ് ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ PWBD, അതായത് ഡിസബിലിറ്റീസ് വരുന്ന കുട്ടികൾക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി എക്സ് സർവീസ്മെൻ, അതുപോലെ ഡിസേബിൾഡ് എക്സ് സർവീസ്മെനിനും ആക്ച്വലി അവരുടെ സർവീസ് വരേണ്ടത് 8 വർഷം സർവീസ് കാര്യങ്ങളൊക്കെയാണ് ടോട്ടലി വരേണ്ടത്. അപ് ടു അവരുടെ ഏജ് ലിമിറ്റ് വരുന്നത് 50 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ് ഹു ഹാവ് നോട്ട് റീമാരിഡ്. അപ്പൊ ഇവർക്ക് UR വരുമ്പോൾ, അതായത് ജനറലും EWസിന് വരുമ്പോൾ 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷന്റെ കാര്യം ഇതാ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് PWBDയുടെ റിസർവേഷന്റെ കാര്യങ്ങളാണ് ബാക്കി വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഏതൊക്കെ കാറ്റഗറി, അതുപോലെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്ക്രൈബ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സ്ക്രൈബ് ഡീറ്റെയിൽസ് നോക്കിയേക്കുക. സ്ക്രൈബ് എടുക്കുന്നവര് സ്ക്രൈബ് ഡീറ്റെയിൽസ് നോക്കിയേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓരോ കാറ്റഗറിയുടെയും, അതായത് EWS എങ്ങനെയാണ് AWS സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ കുറെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അതായത് 21/8/2025 വരെ ഉള്ള ഡേറ്റ് ആണ് അവർ പറയുന്നത്. അതിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. എനി ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെന്ന് തെളിയിക്കുന്ന എന്തായിരുന്നാലും അത് ഈ പറയുന്ന ഡേറ്റിൽ തന്നെ, അതായത് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ എന്തായിരിക്കണം, കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഇതാ ഇവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ കറക്റ്റ് ആയിട്ട് റീഡ്, റൈറ്റ്, സ്പീക്ക്, അണ്ടർസ്റ്റാൻഡ്, ഇത്രയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ LPPT ടെസ്റ്റിലൊക്കെ ഒത്തിരി ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളിപ്പോൾ കേരളമാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ തമിഴ്നാടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ ലിറ്ററസി പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്ലർക്ക് പോസ്റ്റ് ആണല്ലോ, ക്ലർക്കൽ പോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡെസ്ക് ജോബാണ്. അപ്പോൾ വരുമ്പോൾ നമുക്ക് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതായത് ഒന്നുകിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലാംഗ്വേജ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൈസ്കൂളിൽ, കോളേജിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചിരിക്കുക എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എലിജിബിലിറ്റി, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരിക. ഇനി പെർസെന്റേജിന്റെ കാര്യം ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് പെർസെന്റേജ് പറയുന്നില്ല. കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഒട്ടുമിക്ക കുട്ടികളും ഇപ്പോൾ ഹൈസ്കൂൾ വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് എന്തായാലും അത് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാത്രം മതി. ഇനി അതില്ല, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, നിങ്ങൾക്കിപ്പോൾ കോളേജിൽ പഠിക്കാനില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിലൊക്കെ വേണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇപ്പൊ കോളേജിൽ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കമ്പ്യൂട്ടർ ലിറ്ററസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേക ഒരു പെർസെൻറ്റേജ് പറയുന്നില്ല. അവർ പറയുന്നത് നമുക്ക് എത്രയാണോ പെർസെൻറ്റേജ്, ഇപ്പം നിങ്ങൾക്ക് 64 ആണെന്ന് വിചാരിക്കൂ പെർസെൻറ്റേജ്, 64.2 ഫിഗർ റൗണ്ട് ചെയ്ത് എഴുതണം എന്നുള്ള കാര്യം. ഇപ്പൊ 64% ആണെങ്കിൽ 60.00 എന്ന് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കണം എന്നുള്ള കാര്യം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി 59.99% ഒരിക്കലും റൗണ്ട് ചെയ്ത് നിങ്ങൾ 60% ആക്കി എഴുതരുത്. അതുപോലെ
54.99%നെയും ഒരിക്കലും റൗണ്ട് ചെയ്ത് 55% ആക്കി എഴുതരുത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്താണോ നിങ്ങൾ പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് അത് കറക്റ്റ് ആയിട്ട് തന്നെ അത് 2, അതായത് ഡെസിമലിന് ശേഷം 2 റൗണ്ട് ഫിഗറിൽ വേണം നിങ്ങളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം ഒന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ പാസ് പെർസെൻറ്റേജ് തന്നെയാണ് ക്ലർക്കിന് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ്. ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു സിബിൽ സ്കോർ നമ്മൾ കീപ്പ് ചെയ്തേക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നമുക്ക് ലോണോ EMI എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇപ്പൊ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം എടുക്കുമ്പോൾ നമ്മുടെ സിബിൽ കറക്റ്റ് ആയിട്ട് അത് പേയ്മെന്റ് ചെയ്ത സിബിൽ സ്കോർ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. എവിടെയെങ്കിലും പക്ഷെ നമ്മളൊരു പേയ്മെന്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സിബിൽ സ്കോറിന് നല്ല രീതിയിൽ അത് ബാധിക്കുകയും ആ ഒരു കുട്ടി, അതായത് ഇപ്പൊ സിബിൽ സ്കോർ വളരെ കുറവുള്ള ഒരു കുട്ടി, ഇപ്പം ഓരോ ബാങ്കിനും ഓരോ രീതിയിലുള്ള സിബിൽ സ്കോർ ആണുള്ളത്. അപ്പം ആ കുട്ടിക്ക് ഈ ഒരു ബാങ്കിലേക്ക് റിക്രൂട്ട്മെന്റ് വരുമ്പോൾ സിബിൽ സ്കോർ അവരുടെ സിബിൽ സ്കോർ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിബിൽ സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ട് ഉള്ളവര് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, അവർക്ക് സിബിൽ സ്കോറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും ഇതുപോലെ ലോണും കാര്യങ്ങളും റീപേയ്മെന്റ് ഉള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കാര്യം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും ഇന്റിമേഷൻ ചാർജസും ആണ്. ഇതില് SC ST PWBD ESM എന്ന് പറയുന്നത് നമ്മുടെ എക്സ് സർവീസ് ആണ്. അതുപോലെ DESM കാൻഡിഡേറ്റ്സിന് 175 രൂപ പ്ലസ് 175 രൂപയാണ്. ഇത് ഇൻക്ലൂസീവ് GST ആണ് കേട്ടോ. അതായത് GST കൂടെ ഉൾപ്പെടുത്തിയിട്ട് 175 രൂപയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇത് ഓൺലൈൻ ത്രൂ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പ്രിലിംസിൻ്റെത് നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സാമിന്റെ സ്ട്രക്ചർ നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ന്യൂമറിക്കലും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ടാണ്. മാക്സിമം മാർക്ക് 30, 35 തന്നെയാണ്. അവിടെ നമ്മുടെ സെപ്പറേറ്റ്ലി ടൈമിംഗ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ഈച്ച് ആണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്സ് 60 മിനിറ്റ്സ്. അപ്പം ഈ പറയുന്ന പ്രിലിംസിന് നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല, പഴയപടി തന്നെയാണ് നമുക്ക് പ്രിലിംസിന്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത്. ഇനി ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് മെയിൻസ് എക്സാമിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പൊ മെയിൻസ് എക്സാമിന് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് 4 സെക്ഷൻസ് തന്നെയാണ്, നമ്മൾ പഴയപടി ഉള്ള 4 സെക്ഷൻസ് തന്നെയാണ്. അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ ടൈം അലോട്ട് ചെയ്യുന്നതും കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ്, ഇപ്പൊ അത് 40 ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. നേരത്തെ 35 മിനിറ്റ് ആയിരുന്നു, അത് 20 മിനിറ്റ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മാർക്സിന് വേറെ ചേഞ്ചസ് ഒന്നുമില്ല, 50 മാർക്ക് തന്നെയാണ് അവിടെ അവയർനെസ്സിന് വന്നിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷിന് വേറെ ചേഞ്ചസ് ഇല്ല, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് റീസണിങ് എബിലിറ്റി ഇപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ 50 ആയിരുന്നു, മാർക്ക് വരുന്നത് 60 ആണ്. നേരത്തെ 45 മിനിറ്റ് ആയിരുന്നത് ഇപ്പോൾ 35 മിനിറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് സെക്ഷണൽ ടൈം. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് 35 ക്വസ്റ്റ്യനിലോട്ട് മാറ്റിയിട്ടുണ്ട്. 50 മാർക്ക് തന്നെയാണ്. 45 മിനിറ്റ് ആയിരുന്നു നേരത്തെ, ഇപ്പോൾ അത് 30 മിനിറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ മാർക്കിന് നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെക്ഷണൽ ടൈമിങ്ങിലും മാത്രമാണ് നമുക്കവിടെ മാറ്റം വന്നിട്ടുള്ളത്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 155 ക്വസ്റ്റ്യൻസ്. അതുപോലെ എന്താണ് മാർക്കിന് നമുക്ക് വേറെ മാറ്റമൊന്നുമില്ല, ടോട്ടൽ 200 തന്നെയാണ് നമുക്ക് മാർക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മെയിൻസ് എക്സാമിനേഷൻ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെയാണ് വെർഷൻ ഓഫ് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കേരള ആണെന്നുണ്ടെങ്കിൽ വെർഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ലാംഗ്വേജിലായിരിക്കും നടക്കുക, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ ടെസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, റോങ് ആൻസർ വരുന്ന സമയത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് 0.25 തന്നെയാണ്, അതിൽ മാറ്റമില്ല, 1/4 തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതായത് LLPT ടെസ്റ്റിന്റെ കാര്യം. നേരത്തെ മുന്നേ നമുക്ക് LPT ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻസ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഒന്നുകിൽ പ്രൊഫഷണൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മെയിൻസ് കഴിഞ്ഞാൽ ഉടനെ ആയിരിക്കും ഈ പറഞ്ഞ LPT ടെസ്റ്റ് ഉണ്ടാവുക, അതായത് നമ്മുടെ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ തമിഴ്നാടാണ് നമ്മൾ അപ്ലൈ ചെയ്തതെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ഒരു 6 മാസം ബാങ്ക് തരുമായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇപ്പോൾ അവർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഈ LPT ടെസ്റ്റിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ UTയിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ കറക്റ്റായിട്ട് റീഡ്, റൈറ്റ്, അതുപോലെ സ്പീക്ക്, അണ്ടർസ്റ്റാൻഡ് അത് ചെയ്തിരിക്കണം. അത് അവർ ചെക്ക് ചെയ്യും. ഇനി പഴയതുപോലെ 6 മാസം പഠിക്കാനോ ഒന്നും നമുക്ക് തരില്ല.
അവിടെ പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു റിജക്ഷൻ ചെയ്യുകയാണ്, ഈ ഒരു പോസ്റ്റിൽ നിന്ന് റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും അവർ പറയുന്നില്ല. ഇനി ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോ ഏതെങ്കിലും സ്റ്റേറ്റ് നിങ്ങൾ നോക്കുകയാണ്, ഇപ്പൊ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നോക്കുക. ആ ലോക്കൽ ലാംഗ്വേജ് റീഡ് റൈറ്റ് സ്പീക്ക് അണ്ടർസ്റ്റാൻഡ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ 10th സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന LPT ടെസ്റ്റിലേക്ക് എന്താണ് അവര് ലാംഗ്വേജ് ടെസ്റ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അവർ അത് നോക്കത്തില്ല. പക്ഷേ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ എബോവ് മാർക്ക് ഷീറ്റിനകത്ത് ഈ പറയുന്ന ഇപ്പൊ മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് LPT ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് നോക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ്, അതുപോലെ ഈ LPT ടെസ്റ്റ് ഒന്നുകിൽ ബാങ്ക് ആയിരിക്കും കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്ന കാര്യം ഇവിടെ ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട്. മാർക്ക് ബേസ്ഡ് ആയിരിക്കും, പിന്നെ ക്വാളിഫൈങ് നേച്ചർ തന്നെയാണ്. നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഈ റീഡ് റൈറ്റ് സ്പീക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്ന കറക്റ്റ് ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യണം. ഇനി SSLC സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫോട്ടോ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് വെബ് ക്യാമിലോ മൊബൈൽ ഫോണിലോ രജിസ്ട്രേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് നമ്മളത് ക്യാപ്ചർ ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്. ഇത് സ്കാൻ ചെയ്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ പറഞ്ഞായിരുന്നു, കറക്ഷൻ വിൻഡോയുടെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ നമ്മുടെ പേര്, ഇമെയിൽ ID, അതുപോലെ മൊബൈൽ നമ്പർ, സ്റ്റേറ്റ് UT, നെക്സ്റ്റ് നമ്മുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, പോസ്റ്റ്, നാഷണാലിറ്റി, ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഡിറ്റിംഗിൽ പോകത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ പ്രിഫറൻസ് വരുമ്പോഴോ ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ കാറ്റഗറി വൈസ് ചേഞ്ച് ക്യാൻ ബി ചേഞ്ച്ഡ് ടു എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓരോ മോഡിഫിക്കേഷനും വരുന്നത് 200 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും നിങ്ങൾ ട്രൂ ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എഡിറ്റ് വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വേക്കൻസീസ് നോക്കാം. കേരളത്തിലെ വേക്കൻസീസ് ആണ്. ഇതിൽ ടോട്ടൽ വേക്കൻസി 330 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് കാനറ ബാങ്കിനാണ്, 160 വേക്കൻസിയും. ബാക്കി നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേക്കൻസി ഇല്ല. ഓക്കെ, 0 വേക്കൻസിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി റിപ്പോർട്ട് ചെയ്ത 2 ബാങ്കുകൾ, ഒന്ന് ഇന്ത്യൻ ബാങ്കും അതുപോലെ യൂക്കോ ബാങ്കും ആണ്. ഇത് നമുക്ക് വേക്കൻസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് വീണ്ടും ഈ പറയുന്ന വേക്കൻസി കൂടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേക്കൻസി നോക്കാം. കേരളത്തിലെ വേക്കൻസി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് നമുക്ക് ഏറ്റവും ടോട്ടൽ വേക്കൻസി വന്നിട്ടുള്ളത് 330 വേക്കൻസീസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കാനറ ബാങ്കിനാണ്, 160 വേക്കൻസി. ഇനി ഇന്ത്യൻ ബാങ്കും അതുപോലെ യൂക്കോ ബാങ്കും നോട്ട് റിപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് വേക്കൻസീസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി മുന്നത്തെ വേക്കൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് 106 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടും വേക്കൻസി നല്ല രീതിയിൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 2 ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇനിയും കൂടാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഇതാണ് കേരളത്തിലെ വേക്കൻസി വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ സ്റ്റേറ്റിനെയും വേക്കൻസി വരിക. അപ്പൊ നിങ്ങൾ നോക്കുക, സ്റ്റേറ്റിന്റെ വേക്കൻസീസ് നോക്കിയതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പ്രിഫറൻസ് നോക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനുണ്ട്. പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഇതില് നിങ്ങൾക്ക് നമ്മുടെ വേക്കൻസി അടിസ്ഥാനത്തിൽ പ്രിഫറൻസ് കൊടുക്കാം. അതായത് ഇപ്പോൾ 160 വേക്കൻസി കാനറയ്ക്കാണ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കാനറ കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 50 വേക്കൻസി വരുന്നുണ്ട്, അത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ നമുക്ക് ഓരോ വേക്കൻസി അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന പ്രിഫറൻസ് കൊടുക്കാം. ഇനിയല്ല നിങ്ങളുടെ ഹോം ടൗണിൽ ഏതാണോ ബാങ്കുകൾ വരുന്ന രീതിക്കും, ഇപ്പൊ ചിലയിടത്ത് ഈ പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ടാവില്ല, അതിനൊരു പ്രത്യേക ഒരു ഏരിയ ഉണ്ടാവും.
അതുണ്ടാവും. അത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോം ടൗണിൽ ഏതാണോ ബാങ്ക് വരുന്നത്, ആ ബാങ്കിന് അനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട ബാങ്ക്, നിങ്ങൾക്ക് ഏതിലാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളത്, അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അപ്പം വേക്കൻസി അടിസ്ഥാനത്തിലും പ്രിഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൽ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വരുമ്പോൾ ഈ പറയുന്ന സെന്റൻസ് ആണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അതായത് I- അവിടെ പേരാണ് കൊടുക്കേണ്ടത്. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ. ഈ ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് വേണം, അതായത് നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഹാൻഡ് ഡിക്ലറേഷൻ നമ്മൾ എഴുതി സ്കാൻ ചെയ്ത് ഈ ഒരു ഫയൽ സൈസിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് വേണമെന്നുള്ള കാര്യമാണ്. ഇതെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം സ്കാൻ ചെയ്ത് ഒരു ഫോൾഡറിലാക്കി മാറ്റി വെച്ചേക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ IBPS ക്ലർക്ക് നോട്ടിഫിക്കേഷൻ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലോ. ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് www.ibps.in വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് മേലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീസെന്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ലൈ ഓൺലൈൻ ഫോർ കോമൺ റിക്രൂട്ട്മെന്റ് അണ്ടർ, അതായത് നമ്മുടെ IBPS ക്ലർക്കിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഇതിനകത്തോട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരിക കേട്ടോ. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ രീതിക്ക് പോവാം. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നമ്മുടെ പുതിയ രജിസ്ട്രേഷൻ ആണ്, എല്ലാവരും പുതിയ രജിസ്ട്രേഷൻ ആണ് ഇത് തന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ നെക്സ്റ്റ് ഒരു ഘട്ടം, അതായത് ഇപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്തു, അടുത്ത് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കാണ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിനുള്ള ഈ ഒരു ബട്ടൺ ഉള്ളത്. ഇത് ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ബേസിക് ഡീറ്റെയിൽസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്പം വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റിലത്തേക്ക് ഒന്നും വെച്ചേക്കരുത്. പിന്നെ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇത്രയും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. 7736122215. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്, വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ IBPS ക്ലർക്ക് അതുപോലെ SBI ക്ലർക്കിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയിലെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ IBPS ക്ലർക്കിന്റെ വേക്കൻസി കണ്ടു. ഇനി അടുത്ത് വരുന്ന ഒരു വമ്പൻ വേക്കൻസിയോട് വരാനിരിക്കുന്നതാണ് SBI ക്ലർക്ക്. അതായത് ഏകദേശം 12,000 പരം വേക്കൻസീസ് ആണ് നമുക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും എന്തുകൊണ്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻക്രിമെന്റ് വേക്കൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു ചാൻസ് ആണ്. ഒരിക്കലും നിങ്ങളത് മിസ്സാക്കാൻ പാടില്ലാത്ത ചാൻസും ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈറ്റ് പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 3 ലെവലിലാണ് നമ്മുടെ ബാച്ചസ് പോകുന്നത്. ബേസിക് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, അതുപോലെ എക്സ്പേർട്ട് ലെവൽ. അതായത് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന സിലബസ് തൊട്ട് മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ വരെയാണ് നമ്മുടെ ആ ഒരു ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അതായത് ഇന്റർവ്യൂ ലെവൽ വരെ വന്ന് നിങ്ങളെ ജോലിക്ക് കയറ്റുക എന്നുള്ളതാണ് ഈ 3 ലെവൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നാലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ മോക്ക് ടെസ്റ്റുകളും സബ്ജക്ട് വൈസ് ടെസ്റ്റുകളും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും, കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ. എൻട്രി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. ഇനി നിങ്ങളുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻക്വയറി നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്തും കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് അടുത്തടുത്ത് വീണ്ടും വരുന്ന കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.